തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധ മർക്കോസ് സുവിശേഷത്തിലെ ഒരു തിരുവചനത്തിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെല്ലാവരെയും കരുണയുടെ പ്രവാചകന്മാരായി തിരഞ്ഞെടുക്കുകയും പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അഭിഷേകം ചെയ്യുകയുമാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 19-ാം തിരുവചനം, സെൻറ്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 5 വേഴ്സ് 19. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു: നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്കു വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, മർക്കോസ് സുവിശേഷത്തിലൂടെ എന്നോടും നിന്നോടും കർത്താവ് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. നീ എന്തു ചെയ്യണം? നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുള്ള കരുണയെക്കുറിച്ച് ഓർത്ത് അത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ദൈവം നിന്റെ ജീവിതത്തിൽ നിന്നോട് കരുണ കാട്ടിയിട്ടുണ്ടോ? പല വിധത്തിലുള്ള ഉത്തരങ്ങളാണ് പലരുടെയും മനസ്സിലുള്ളതെന്നറിയാം. എങ്കിലും ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നിന്നോട് ദൈവം കരുണ കാട്ടിയിട്ടുണ്ടോ? നിന്നോട് ദൈവം കരുണ കാട്ടിയതായി നിനക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ സാധിക്കൂ. അപ്പോൾ വളരെ പ്രസക്തമായ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നിന്നോടുള്ള ചോദ്യം, ദൈവം നിന്നോട് കരുണ കാട്ടിയതായി നിനക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മളൊക്കെ കടന്നു പോകുന്ന അസ്വസ്ഥത നിറഞ്ഞ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, കടബാധ്യതകൾ, രോഗപീഠകൾ, പ്രിയപ്പെട്ടവരുടെ മരണം, അങ്ങനെ വല്ലാതെ ഒരു അസ്വസ്ഥത നിറഞ്ഞ ഈ കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ചോദ്യം എന്താണ്? ചോദ്യം, ദൈവം നിന്നോട് കരുണ കാണിച്ചിട്ടുള്ളതായി നിനക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഇവിടെ നമ്മൾ സ്വയം ചോദിക്കേണ്ടി വരും. എന്താണ് ദൈവമേ കരുണ എന്ന് പറയുന്നത്? അർഹതയില്ലാത്ത എന്തോ ഒന്ന് അല്ലേ നമുക്ക് ലഭിക്കുന്നത്? നമ്മുടെ അവകാശത്തിൽപ്പെട്ടതല്ല, മറിച്ച് അർഹതയില്ലാത്തത് നമ്മൾക്ക് ലഭിക്കുകയാണ്. ഉദാഹരണത്തിന്, കോടതിയിൽ ജഡ്ജി കുറ്റം ചെയ്തു നിൽക്കുന്ന പ്രതിയോട് ചോദിക്കുകയാണ്, താങ്കൾ കൊലപാതകം നടത്തിയിട്ടുണ്ട്, ശരി, അവസാനമായി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്കൊക്കെ അറിയാവുന്നൊരു ചോദ്യമാണിത്. അവസാനമായി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? താൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരി, അതിന് തക്കതായ ശിക്ഷയും ഉണ്ട്. പക്ഷേ അവസാനമായിട്ടൊരു ചോദ്യം, തനിക്ക് എന്തെങ്കിലും പറയാനുണ്ട് അവസാനമായിട്ട്? പ്രതി എന്തു പറയും? പ്രതി ന്യായാധിപൻ്റെ മുമ്പിൽ കൈകൂപ്പി താണ വണങ്ങി പറയും, തെറ്റുപറ്റി. കാരണം നീണ്ട നാളുകളുടെ തെളിവെടുപ്പെല്ലാം എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ അവസാനം ജഡ്ജിയുടെ മുമ്പിൽ കുറ്റം വിധിക്കുന്നതിന് തൊട്ട് മുമ്പ് ജഡ്ജി ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുന്നത്. അവസാനമായി തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രതി പറയും, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. എൻ്റെ 2 പെൺമക്കൾ, എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യ, എൻ്റെ സാമ്പത്തിക അവസ്ഥ, ഞാനിങ്ങനൊരു പ്രവൃത്തി ചെയ്തു, അത് ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ സംഭവിച്ചു പോയി, ഞാൻ ആ തെറ്റ് ഏറ്റെടുക്കാൻ തയ്യാറാണ്. പക്ഷേ എങ്കിലും ജഡ്ജിയോട് പ്രതി പറയും, കരുണ കാണിക്കണം, കാരണം എൻ്റെ അവസ്ഥ വളരെ മോശമാണ്, എന്നോട് കരുണ കാണിക്കണം. ശിക്ഷിക്കപ്പെടാൻ ഞാൻ അർഹനാണ്, പക്ഷേ എങ്കിലും എന്നോട് കരുണ കാണിക്കണം. അതല്ലേ? ശിക്ഷിക്കപ്പെടാൻ ഞാൻ അർഹനാണ്, ഞാനൊരു കൊലപാതകം ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമാണ്, അതിനാൽ കരുണ കാണിക്കണം എന്ന് പറഞ്ഞാൽ അർഹിക്കപ്പെടാത്ത മറ്റൊന്ന് എന്നോട് കരുണയുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതല്ലേ നമ്മുടെ ജീവിതം. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, ഞാനൊരു പുരോഹിതനാണ്, ഞാൻ ശുശ്രൂഷയിൽ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു കാര്യം അറിയാം, ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഈ ശുശ്രൂഷ നടത്തുന്നത്.
ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ്. എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടതൊന്നുമല്ല, മറിച്ച് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമാണിത്. ദൈവം എന്നെയും നിന്നെയും വ്യക്തിപരമായി തിരഞ്ഞെടുത്ത് മുമ്പോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ അതുല്യമായ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നലകളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം. അവകാശപ്പെടാൻ ഒന്നുമില്ല, ന്യായവാദങ്ങൾ നിരത്താൻ ഒന്നുമില്ല, ഒത്തിരിയേറെ കുറവുകളും പോരായ്മകളും. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ടവരെ, കരുണ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരുണ നീ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ചങ്കൂറ്റത്തോടെ പറയണം, അതുകൊണ്ടല്ലേ ഞാൻ ഇന്ന് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ. ദൈവത്തിൻ്റെ കരുണ, അർഹതയില്ലാത്തത് പക്ഷേ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, കരുണക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളിൽ ഏറെ പേരും. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്ത് എൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നമ്മൾ. ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പാപങ്ങളേറെ ചെയ്തിട്ടുണ്ട്, കുറവുകളേറെയുണ്ട്, പക്ഷേ ഓ ദൈവമേ, നിൻ്റെ കരുണയാലാണ് ഞാൻ നിലനിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളെ എല്ലാവരെയും ദൈവം ക്ഷണിക്കുന്നത് കരുണയുടെ പ്രവാചക ദൗത്യത്തിലേക്കാണ്. കരുണ ഹൃദയത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയുടെ ദൗത്യം ആ കരുണ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യണം എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കാ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനം, സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 36 വചനം പറയുന്നു, നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. യേശു തൻ്റെ അപ്പൻ്റെ സ്വഭാവത്തെ ദൈവജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എങ്ങനെയാ? തൻ്റെ അപ്പൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വചനം പറയുന്നത് കരുണയുള്ള സ്വഭാവം. നമുക്കൊക്കെ ദൈവമുണ്ട്, ദൈവമാണ് നമ്മുടെ അപ്പനെന്ന് പ്രഘോഷിക്കുന്നവരാണ് അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അല്ലേ? നമുക്ക് സ്വർഗത്തിലൊരപ്പനുണ്ട്. ആ അപ്പൻ്റെ സ്വഭാവം എന്താണ്? കരുണയുള്ള സ്വഭാവം. ഈശോ പറയുന്നത് എന്താ? അതായത് നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ കരുണയുടെ പ്രവാചക ദൗത്യവുമായിട്ടാണ് ഇത് പറയുന്നത്. പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടുമുള്ള ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ സ്വഭാവത്തിൽ ഈ കരുണയുടെ തലമുണ്ടോ? ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം അപ്പൻ്റെ മക്കളാണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ അപ്പൻ്റെ സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ മേലുണ്ടായിരിക്കണം. അങ്ങനെ വേണ്ടേ? അപ്പൻ്റെ സ്വഭാവ ഗുണങ്ങൾ. നമ്മളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്കൂളിലെ കുട്ടികളെ തിരിച്ചറിയുന്നത് എപ്പോഴും എങ്ങനെയാണ്? ആ സ്കൂളിലെ കുട്ടികൾ ധരിക്കുന്ന അവരുടെ യൂണിഫോം കണ്ടാൽ അറിയാം ഇത് ഇന്ന സ്കൂളിലെ കുട്ടിയാണ്. അപ്പോൾ ഒരാളെ കണ്ടാൽ അറിയാം ഇന്ന ആളുടെയാണ്, ഇന്ന കുടുംബത്തിലെയാണ്. ദൈവവിശ്വാസി എന്ന നിലയിൽ നീ അഭിമാനിക്കുന്നെങ്കിൽ നിന്റെ സ്വഭാവത്തിൽ ഈ കരുണയുടെ തലമുണ്ടെങ്കിൽ നീ ആരുടെ മകനായിരിക്കും? സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനായിരിക്കും, മകളായിരിക്കും. അപ്പോൾ ഇത് വലിയൊരു പ്രവാചക ദൗത്യമാണ്. നാളുകൾക്ക് മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ള, വായിച്ചു കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. കോടതിയിൽ ജഡ്ജിയുടെ മുമ്പിൽ ഇതാ ഒരു പ്രത്യേകതരം കേസ് എത്തിയിരിക്കുകയാണ്. ആ കേസ് എന്താണെന്നറിയോ? അതായത് ദൈവത്തിനെതിരെ ഒരു വിധവ കേസ് കൊടുത്തു. ആർക്കെതിരെ? ദൈവത്തിനെതിരെ. കാരണം ഈ വിധവയ്ക്ക് ആകപ്പാടെ ഒരു 5 സെൻറ്റ് സ്ഥലവും അവിടെ ഒരു വീടും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കൊടുങ്കാറ്റ് വന്ന് ഈ വീട് അത് തകർത്തെറിയപ്പെട്ടു. പാവം വിധവ, ആരുമില്ലല്ലോ ഇതിന് പുതുക്കി പണിത് കൊടുക്കാൻ. ഈ വിധവ എന്ത് ചെയ്തു? ഈ വിധവ കോടതിയിൽ കൊണ്ട് ഒരു പരാതി കൊടുത്തു. ആർക്കെതിരെ പരാതി? ദൈവത്തിനെതിരെ പരാതി. കാരണം കാറ്റ് വന്നത് ആരുടെന്നാ? ദൈവം അയച്ചതല്ലേ. അപ്പം കാറ്റിൻ്റെ സൃഷ്ടികർത്താവായ ദൈവമേ,
നിനക്കെതിരെയാണ് പരാതി, നീ എൻ്റെ വീട് പണിത് തരണം. വളരെയധികം വിവാദമായി തീർന്ന ഒരു പഴയ കേസിനെ കുറിച്ചാണ് ഞാനിത് പറയുന്നത്. അതായത് എന്താണ് വേണ്ടത്? ദൈവത്തിനെതിരെ പരാതി കൊടുത്ത വിധവ പറയുന്നു, എനിക്ക് നീതി നടത്തി കിട്ടണം. എങ്ങനെ നീതി നടത്തി കിട്ടും? എന്താണ് മാർഗം? ഒന്നും മനസ്സിലാവണില്ല. പക്ഷേ ഇത് കോടതി ഇതൊരു കേസായി സ്വീകരിച്ചു. എന്നിട്ട് രണ്ട് ഭാഗത്തും വക്കീലന്മാരെ വെച്ച് ഇത് വാദിച്ചെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം രണ്ട് ഭാഗത്തും ശക്തമായ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നു. അവസാനം കോടതി വിധി ഇങ്ങനെയാണത്രേ. അതായത് വിധവ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ്. വിധവയുടെ ഏക സമ്പത്തെന്ന് പറഞ്ഞു തരുന്ന പാവപ്പെട്ട ഒരു ചെറിയ വീട്, ആ വീട് നശിച്ചു പോയല്ലോ. അതുകൊണ്ട് ദൈവം ആ വീട് പണിത് കൊടുക്കണം. ദൈവം എങ്ങനെ വീട് പണിത് കൊടുക്കും? അതിനും കൂടെ ആ ജഡ്ജി അതിൻ്റെ പിന്നിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ദൈവത്തിനിപ്പോൾ ഈ ഭൂമിയിലോട്ട് വന്നൊരു വീട് പണിത് കൊടുക്കാനാവില്ലല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർ എന്ത് ചെയ്യണം? അപ്പന് വേണ്ടി മക്കൾ ആ ദൗത്യം ഏറ്റെടുക്കണം. അങ്ങനെ ആ പാവപ്പെട്ട വിധവയുടെ വീട് ദൈവത്തിൻ്റെ മക്കളെന്ന് അവകാശപ്പെടുന്നവർ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, അവരൊരുമിച്ച് ചേർന്ന് വീട് വെച്ച് കൊടുക്കണം. അങ്ങനെ പിന്നീട് ദൈവമക്കൾ ആ വീട് വെച്ച് കൊടുത്തു എന്നുള്ളതാണ് ആ കേസിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, സംഭവം എന്തോ ആവട്ടെ, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അപ്പൻ്റെ സ്വഭാവത്തിൽ നമുക്ക് പങ്കുപറ്റുവാൻ, അപ്പൻ്റെ സ്വത്തിൽ പങ്കുപറ്റുവാൻ നമ്മളെയൊക്കെ ദൈവം ക്ഷണിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം കരുണയാണ്. ഈ കരുണ ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവരോട് പങ്കുവെച്ചു കൊടുക്കാൻ, അത് എങ്ങനെ? നമ്മുടെ സംഭാഷണത്തിൽ, അല്ലേ? സംഭാഷണത്തിൽ, അതോടൊപ്പം തന്നെ പ്രവൃത്തിയിലൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനുള്ള വലിയ ഒരു കരുണയുടെ ദൗത്യം ഇതാ നമുക്ക് വേണ്ടി ദൈവം ഏൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിലെ ഈ പ്രവാചക ദൗത്യം നമ്മൾ മറക്കരുത്. കരുണക്കൊന്ത ചൊല്ലി മാത്രം ഇരുന്നാൽ പോരാ, മറിച്ച് ഈ കരുണയുടെ സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റണം. കാരണം നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഇന്ന് ജീവിക്കുന്ന അനേകം പേര് മനസ്സിടിഞ്ഞ് അസ്വസ്ഥരായി കഴിയുന്നവരാണ്. ജീവിതത്തിലെ പ്രതിസന്ധി എങ്ങനെ നേരിടണമെന്നറിയാതെ അസ്വസ്ഥപ്പെടുന്നവരാണ്. അവരോട് നമ്മൾ എന്തു പറയും? ഒരു രോഗി, ആ രോഗിയുടെ മുമ്പിൽ പോയുമ്പോൾ നീ എന്തു പറയുന്നു? ഒരു സാമ്പത്തിക പ്രശ്നമുള്ള കുടുംബം ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു, നീ അവരോട് എന്തു പറയുന്നു? ജീവിതത്തിൽ ഇങ്ങനെ തുടങ്ങുന്ന ദുഃഖകരമായ അനേക സംഭവങ്ങളെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളോട് പ്രതികരിക്കുന്നത്? സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 77 വചനം 8, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 77 വേഴ്സ് 8, വചനം ഇങ്ങനെയാണ്: അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ, അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? ഇതൊരു ചോദ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദാവീദ് ചോദിച്ച ചോദ്യം ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഒരുപക്ഷെ നമ്മളിൽ തന്നെ ഈ ചോദ്യം വളരെ പ്രസക്തമായി ചോദിക്കപ്പെടുന്നുണ്ട്. ദൈവമേ, നിന്റെ വാഗ്ദാനങ്ങളൊക്കെ എവിടെ? അല്ലേ? വിശുദ്ധ ഗ്രന്ഥം വായിച്ചു വരുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വാഗ്ദാനങ്ങളാണ്. ഏകദേശം 8500-ലധികം വാഗ്ദാനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വാഗ്ദാനങ്ങളൊന്നും തന്നെ അനുഭവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മനസ്സിലൊരു ചോദ്യം. അതാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്, അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? എവിടെ വാഗ്ദാനങ്ങൾ? എവിടെ ഈ സംരക്ഷണം? എവിടെ ദൈവത്തിൻ്റെ കരുണ? എന്നിങ്ങനെ 100,000 ചോദ്യങ്ങൾ നമുക്ക് ചുറ്റുവട്ടത്തും ചോദിക്കപ്പെടുമ്പോൾ നീ എങ്ങനെയാണ് ഈ ചോദ്യങ്ങളോട് ഉത്തരം പറയുന്നത്? ചിലർ പറയും, ദൈവമില്ല, നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, പള്ളിയിൽ പോയിട്ട് കാര്യമില്ല, ഈ ധ്യാന കേന്ദ്രങ്ങളൊക്കെ എങ്ങനെ, എന്തിന്, അച്ഛന്മാരെന്തിന്, പള്ളി എന്തിന്, എന്നിങ്ങനെ 100,000 ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നുണ്ട്. ഇതിൻ്റെ നടുവിൽ ഒരു ദൈവമകൻ, ദൈവമകൾ എന്തു പറയുന്നു? കരുണയുടെ പ്രവാചകന്മാരാകാൻ വിളിക്കപ്പെട്ട നമ്മൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? അതിന് ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തിൽ നൽകപ്പെടുന്നുണ്ട്. അത് ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം അതിൻ്റെ 50-ാം തിരുവചനം. ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 50-ാം തിരുവചനത്തിൽ മനോഹരമായിട്ട് വചനത്തിൽ പഠിപ്പിക്കുന്നു, അവിടുത്തെ ഭക്തരുടെ മേൽ
തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. വചനം നൽകുന്ന ഉറപ്പാണ്. എന്താ പറയുന്നത്? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും, കൃത്യം വ്യക്തം, തലമുറകൾ തോറും അവിടുത്തെ കരുണ വർഷിക്കപ്പെടും. അവിടുത്തെ കരുണ അത് നിത്യം നിലനിൽക്കുന്നതാണ്. അതൊരു സംഭവം ഉണ്ടാകുമ്പോൾ, ഒരു മഹാമാരി ഉണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോകുന്നതല്ല, മറിച്ച് അത് നിത്യം നിലനിൽക്കുന്നതാണ്. ഇതാരേ പറഞ്ഞിരിക്കുന്നത്? ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, എന്തു ചെയ്യണമെന്നറിയാതെ അസ്വസ്ഥത, ഇതിൻ്റെ നടുവിൽ ഒരു പാവപ്പെട്ട പെണ്ണ് ഈ ആത്മീയമായിട്ടുള്ള ബോധ്യം കിട്ടിക്കഴിയുമ്പോൾ വിളിച്ചു പറയാണ്. എന്താണ് വചനം പറയുന്നത്? അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. മറിയത്തിൻ്റെ സ്തോത്രഗീതം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഇതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിശുദ്ധ മറിയത്തെ പോലെ സ്തോത്രഗീതം പാടാൻ, കരുണയുടെ പ്രവാചകന്മാരാകാൻ നമ്മളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 31-ാം തിരുവചനം മനോഹരമായിട്ട് നമ്മളെ വചനത്തിലൂടെ നമ്മളെ നയിക്കുന്ന ഒരു ആത്മീയ സത്യമുണ്ട്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 31 വചനം പറയാണ്, നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ഉറപ്പ്. വചനം ഒന്നും കൂടെ വായിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമാണ്. അവിടുന്ന് നിങ്ങളെ കൈവിടുകയോ നശിപ്പിക്കുകയോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി വിസ്മരിക്കുകയോ ഇല്ല. ഇല്ല, കൃത്യം വ്യക്തം. വീണ്ടും സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം 89 വചനം 28 ഇങ്ങനെ പറയും. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 89 വേർഡ്സ് 28 വചനം പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേൽ ഉണ്ടായിരിക്കും, അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. ഈ വചനങ്ങളെല്ലാം, ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങളെല്ലാം ആവർത്തിച്ച് പറയുന്ന കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദാനം, കരുണയുടെ വാഗ്ദാനം തലമുറകളമേൽ നിലനിൽക്കുന്ന വാഗ്ദാനമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഈ ദുരിതം ഇതൊരവസാനമല്ല, മറിച്ച് ഈ കാലഘട്ടത്തിൻ്റെ നടുവിൽ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിക്കാൻ ദൈവം എനിക്ക് നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്. അതുകൊണ്ടല്ലേ പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 26-ാം തിരുവചനത്തിൽ നമ്മളോട് പറയുന്നത്, മനോഹരമായിട്ടുള്ള വചനം. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 35 വേഴ്സ് 26 വചനം പറയുന്നു, വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ അത് ആശ്വാസപ്രദമാണ്. അല്ലേ? വരൾച്ച, പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലൊക്കെ നല്ല വരൾച്ചയാണ്, വേനൽ, ചൂട് കൂടിയിരിക്കുന്നു. ഈ വരൾച്ചയുടെ നടുവിൽ മഴക്കാറ് പോലെയാണ്. ഒരു മഴക്കാറ് കാണുമ്പോൾ എന്തൊരാശ്വാസമാണ്. മഴക്കാറ് പോലെ കഷ്ടതയിൽ ആശ്വാസമാണ് ദൈവത്തിൻ്റെ കരുണ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം. എൻ്റെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന ഈ ദുരിതം ഇതെൻ്റെ അവസാനമല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാനുള്ള വലിയൊരു അവസരമാണ്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ മർക്കോസ് സുവിശേഷത്തിലൂടെ നമ്മളോട് പറഞ്ഞ വചനം നമ്മൾ പഠിക്കുന്നത്. എന്തായിരുന്നു വചനം? നീ ചെയ്യേണ്ട കാര്യം. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 19-ാം വചനം, നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നമ്മുടെയൊക്കെ ജീവിതം നമ്മുടെയൊക്കെ വീടിനോട് ചേർന്ന്, അല്ലേ, കുടുംബത്തോടൊക്കെ ചേർന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ തളയ്ക്കപ്പെട്ടിരിക്കുക. ദൂരങ്ങളിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒത്തിരി പേര് ആ ജോലി ഉപേക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് അവരൊക്കെ കുടുംബങ്ങളിലേക്ക് എത്തി. പ്രത്യേകിച്ച് ലോക്ക്ഡൗണൊക്കെ വന്നപ്പോൾ ശരിക്കും വീട്ടിനുള്ളിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കുക, നിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നിൻ്റെ ജീവിത അവസ്ഥ സാഹചര്യങ്ങളിൽ നീ മറ്റുള്ളവരോട് എന്താണ് സംസാരിക്കുന്നത്? എനിക്കിങ്ങനെ കഷ്ടമായല്ലോ, എൻ്റെ ജോലി പോയല്ലോ, ഞാൻ തകർന്നല്ലോ, എല്ലാം ഇങ്ങനെ വരുത്തി വെച്ചല്ലോ, ഇങ്ങനെ തുടങ്ങിയ ദുഃഖകരമായ നെഗറ്റീവായ ചിന്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ നെഗറ്റീവ് എനർജി അവിടെ മുഴുവൻ വ്യാപരിക്കും. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലൊക്കെ ശ്രദ്ധിക്കണം. എപ്പോഴും
ഈ കുറവുകൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ നന്മകളെക്കുറിച്ച് തിരിച്ചറിയുക. ദൈവം ചൊരിഞ്ഞിട്ടുള്ള അനേകം നന്മകളെക്കുറിച്ച് തിരിച്ചറിയുക. പൗലോസ്ലീഹ ഈ കാര്യത്തെക്കുറിച്ച് നമ്മളോട് പറയുന്നത്, പൗലോസ്ലീഹ കൊളോസർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം, സെൻറ്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ് ചാപ്റ്റർ 4:6 വചനം പറയുന്നു, നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമിശ്രണവും ഹൃദ്യവുമായിരിക്കട്ടെ, ഓരോരുത്തരും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ സംസാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കണേ, നമ്മുടെ സംസാരം. മിക്കവാറും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ കാരണം അന്വേഷിച്ച് പോകുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, നമ്മുടെ ഈ നാവിലൂടെ വരുന്ന ചില അനാവശ്യമായ സംസാരം, കുത്തിയുള്ള വാക്കുകൾ, കളിയാക്കിയുള്ളത്, നുണ പറയുന്നത് എന്ന് തുടങ്ങി നമ്മുടെ സംസാരം മൂലമുണ്ടാകുന്ന പ്രശ്നം അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നിസാരപ്പെട്ട കാര്യങ്ങൾക്ക് പോലും അല്ലേ ചില അയൽവക്ക ബന്ധങ്ങളൊക്കെ നശിച്ചിട്ടുള്ളത് സംസാരത്തിലൂടെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം നിറഞ്ഞ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണ്? സംസാരത്തിലൂടെയാണ്. അപ്പോൾ പൗലോസ്ലീഹ അതാ നമ്മളോട് പറയുകയാണ്, കരുണയുടെ പ്രവാചകന്മാരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സംസാരമാണ്. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണ നിറഞ്ഞതായിരിക്കണം, ഹൃദ്യമായിരിക്കണം. ഒരു കരുണയുടെ തല എപ്പോഴും ഉണ്ടാവണം. ഒരു പക്ഷേ നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ വഴക്ക് പറയേണ്ടത്, അവരെ കുറ്റം പറയേണ്ട ചില കാരണങ്ങളെ കൊണ്ടായിരിക്കാം. പക്ഷേ എങ്കിലും കരുണയോടുകൂടെ ഹൃദ്യമായി അവയെ ഒന്ന് സമീപിച്ചാൽ വലിയ അത്ഭുതങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ സാധ്യതയുണ്ട്. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ചെറിയൊരു കാര്യം മതി, അതിങ്ങനെ ഊതി വീർപ്പിച്ച് നമ്മളത് ബോംബാക്കി വീട്ടിൽ കൊണ്ട് നടക്കും. നമ്മുടെ സംസാരത്തെ അല്പം കൂടെ ഹൃദ്യമാക്കുക, വീട്ടിൽ തന്നെ സമാധാനമുണ്ടാവും. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. മാതാപിതാക്കളിൽ ഏറ്റവും പ്രത്യേകിച്ച് അമ്മമാർ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പിടികിട്ടും. ഉദാഹരണത്തിന്, നിങ്ങളുടെ സഹോദരങ്ങൾ വീടിനടുത്ത് താമസിക്കുന്നുണ്ടെന്ന് കരുതുക. അപ്പോൾ ആ സഹോദരങ്ങളെക്കുറിച്ച് നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മക്കളോട് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത്? സ്നേഹത്തോടുകൂടെ പറഞ്ഞു കൊടുത്താൽ ആ മക്കളുടെ ഉള്ളിൽ നന്മ നിറയും. ഇനി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന മുഴുവൻ കുറ്റമാണ്, വിഷം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ അയൽവക്കത്തുള്ളവരെക്കുറിച്ച്, നിങ്ങളുടെ സഹോദരങ്ങളെക്കുറിച്ച് മോശമായിട്ടാണ് അവർക്ക് തോന്നുക. സാധാരണ പല കുടുംബങ്ങളിലും അമ്മമാരാണ് കൂടുതലും മക്കളോടൊക്കെ അടുത്ത് പെരുമാറുന്നത്, അവരോട് കുറേ സംസാരിക്കാറുള്ളത്. പണ്ടത്തെ പോലെയൊന്നും അല്ല, ഇപ്പോൾ അപ്പന്മാരും മക്കളോടൊക്കെ സ്നേഹപൂർവ്വം പെരുമാറുന്നുണ്ട്. പണ്ടൊക്കെ അപ്പന്മാരങ്ങനെ ആയിരുന്നില്ലല്ലോ, അവരെപ്പോഴും അല്പം സീരിയസ് പ്രകൃതമായിരുന്നു. അമ്മമാരുടെ അടുക്കലാണ് മക്കളൊക്കെ ഇങ്ങനെ വട്ടം കൂടി നടന്നിരുന്നത്. കാലം മാറി, രീതികൾക്കൊക്കെ വ്യത്യാസം വന്നു. ഇപ്പോൾ അപ്പന്മാരും മക്കളോടൊപ്പമാണ്. എങ്കിലും അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വിഷയത്തിൽ നിങ്ങളുടെ സംസാരം കരുണ നിറഞ്ഞതാവട്ടെ, ഹൃദ്യമായിരിക്കട്ടെ. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്ന, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന സംസാര ശൈലികൾ ഒഴിവാക്കുക. അപ്പോൾ കരുണയുടെ പ്രവാചകന്മാരാകാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് നമ്മുടെ സംസാരത്തെ അല്പം കൂടെ ഒന്ന് മെച്ചപ്പെടുത്താൻ, നമ്മുടെ പ്രവാചക ദൗത്യത്തിൽ നമ്മുടെ സന്ദേശങ്ങളെ അല്പം കൂടെ ക്രമീകരിക്കാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. കരുണക്കൊന്ത ഒത്തിരി ചെല്ലുന്നുണ്ടാവും. ചിലരുടെ സ്വഭാവ രീതി അങ്ങനെയല്ലേ, ഒത്തിരി കരുണക്കൊന്ത ചെല്ലും, പക്ഷേ കരുണ ഹൃദയത്തിലില്ല. പലപ്പോഴും പലരെയും കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടില്ലേ? ഒത്തിരി പ്രാർത്ഥിക്കും, പക്ഷെ പ്രാർത്ഥനയുടെ ഒരു സ്വഭാവത്തിലെ നന്മയും ഉള്ളിലില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ അതെപ്പോഴും വലിയൊരു ദുരന്തമായിട്ട് അവസാനിക്കും. നാളുകൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീ, അപ്പോൾ ഈ ധ്യാന കേന്ദ്രത്തിലൊക്കെ വന്ന് ഒത്തിരി പ്രാർത്ഥിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ ഈ സ്ത്രീയുടെ പ്രാർത്ഥന കണ്ടിട്ട് അനേകം പേർക്ക് ഇൻസ്പിറേഷനാണ്. കാരണം മറുഭാഷയിലൊക്കെ പ്രാർത്ഥിക്കും, കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, നല്ല സുന്ദരമായി കരുണക്കൊന്ത ചെല്ലും, കുരിശിൻ്റെ വഴി ചെല്ലും. അപ്പോൾ ഒരിക്കൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെ കണ്ടപ്പോൾ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, സഹോദരൻ ഭാഗ്യപ്പെട്ട വ്യക്തിയല്ല, കാരണം ഭാര്യ നല്ല സുന്ദരമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ, നിങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ വന്ന് മറുഭാഷയിലൊക്കെ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭാര്യ അല്ലേ? അതെ ചേട്ടാ, മറുഭാഷയിലൊക്കെ പ്രാർത്ഥിക്കും, നല്ല കാര്യം. പക്ഷേ അച്ഛാ,
വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മാതൃഭാഷയിൽ ഒരു നിയന്ത്രണവും ഇല്ല. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു നിയന്ത്രണവും ഇല്ല. മറുഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഈ സ്ത്രീക്ക് എന്തുകൊണ്ട് മാതൃഭാഷയിൽ ഒരു നിയന്ത്രണമില്ല? ഈ ചോദ്യം ഈ സമയത്ത് എന്നോടും ഞാൻ നിങ്ങളോടും ചോദിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ സ്വഭാവത്തിലുണ്ടോ? കരുണയുടെ പ്രവാചകന്മാരായി ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സ്വഭാവത്തിലാണ് വലിയൊരു മാറ്റം ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ചിന്തകളെയാണ് പരിശുദ്ധാത്മാ വിശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാം വചനത്തിൽ പറയുന്നു, അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത്? ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? ഒരു ചോദ്യം ചോദിക്കുകയാണ് പൗലോസ് ശ്ലീഹ. നീ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കരുണ നിൻ്റെ മേൽ ചൊരിഞ്ഞിട്ടുണ്ടല്ലോ. ആ ചൊരിയപ്പെട്ട കരുണ അത് നമ്മളെ അനുതാപത്തിലേക്ക്, ദൈവസ്നേഹത്തിലേക്ക്, ദൈവവിശ്വാസത്തിലേക്ക് അടുപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവകാശപ്പെടാനൊന്നുമില്ല. കിട്ടിയതെല്ലാം ദൈവത്തിൻ്റെ കരുണ. ആ കരുണയിൽ ആശ്രയിച്ച് ദൈവത്തിങ്കിലേക്ക് അടുക്കുമ്പോൾ ഇതിൻ്റെ പ്രവാചകന്മാരായി നമ്മൾ മാറ്റപ്പെടണം. പുതിയ നിയമത്തിലെ ഒരു ചെറിയ പുസ്തകമല്ലേ യൂദാസിൻ്റെ പുസ്തകം? ആ പുസ്തകം 1-ാം അധ്യായം 2-ാം വചനത്തിൽ ഒരു ആശംസയുണ്ട്. വചനം ഇങ്ങനെയാണ്, നിങ്ങളിൽ കരുണയും സമാധാനവും സ്നേഹവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈ ആശംസ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കുമായി ആശംസിക്കുകയാണ്. നിങ്ങളിൽ കരുണയും സമാധാനവും സ്നേഹവും സമൃദ്ധമായി ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ സ്വഭാവത്തിൽ തെളിയും, നമ്മുടെ വീട്ടിൽ അത് തെളിയും. നമ്മൾ പോകുന്നിടങ്ങളിലൊക്കെ കരുണയുടെ പ്രവാചകന്മാരായി മാറും. അങ്ങനെയെങ്കിൽ ഈ ശുശ്രൂഷയുടെ ഒരു ആത്മീയ വെളിച്ചമായി മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 19-ാം തിരുവചനത്തിൽ നമുക്ക് നൽകിയ കാര്യം മറക്കരുത്. നീ വീട്ടിൽ സ്വന്തക്കാരുടെ അടുത്തേക്ക് പോവുക, കർത്താവ് നിനക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുവെന്നും എങ്ങനെ നിന്നോട് കരുണ കാണിച്ചുവെന്നും അവരെ അറിയിക്കുക. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ നമ്മുടെ ദൗത്യം മറ്റുള്ളവരോട് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറയുക, ഈ അനുഭവിച്ച കരുണയിൽ നിലനിൽക്കുക, അങ്ങനെ കരുണയുടെ പ്രവാചകന്മാരാവുക. അതിനായി ദൈവസമൃദ്ധമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.